ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. ഉള്ളി മസാലയൊന്നും വഴറ്റാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മുട്ടയും ഉരുളക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 4 മുട്ട ഞാൻ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ പുഴുങ്ങി ഇതുപോലെ അടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ബീറ്റ് ചെയ്ത മുട്ട നമ്മൾ ഈ കുഴച്ച് വെച്ച ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട, ഒരു പകുതിയോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണ്ടിയാണ്. അധികം ആവരുത്. അധികമായാൽ നമുക്കിത് ഷേപ്പാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാകും. എനിക്ക് നമ്മൾ എടുത്ത മുട്ടേൻ്റെ പകുതി മാത്രമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഷേപ്പാക്കി എടുക്കാൻ കിട്ടണം. ഇനി ഇതെവിടെ മാറ്റിയാക്കാം. ഇനി വേറൊരു പാത്രത്തിൽ ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ എനിക്ക് കുറച്ച് മുട്ട ബാക്കി വന്നില്ല, ആ മുട്ടയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ബാക്കിയില്ലെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പിലധികം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ലൂസായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. നല്ല കട്ടിയാവാൻ പാടില്ല, അതുപോലെ ഓവർ ലൂസാവാനും പാടില്ല കേട്ടോ. ഇനി അടുത്തത് നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസാണ്. ഇനി ഇതുപോലെ ഒരു ഷേപ്പാക്കിയെടുത്ത് ആദ്യം തന്നെ മൈദയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതുവരെ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് കളർ മാറിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഒരു കിഡിലൻ സ്നാക്ക് തന്നെ പറയും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.